വ്യക്തിയാണ്, ഗുഡ് പേഴ്സൺ ആണ്, ഗുഡ് പേഴ്സണാലിറ്റി ആണെന്നാണ് പറയുന്നത്. പക്ഷെ നേരെ മറിച്ചാണെങ്കിലോ നല്ല ബുദ്ധിയുള്ള ആളാണ്, നല്ല ആത്മീയനാണ്. പക്ഷെ ഇതേപോലെ അയാളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ ഞാൻ തീർത്ത് പറയാം, ഹെർബാലൈഫിന്റെ ന്യൂട്രീഷണൽ ഫോർമുല 1 ഷെയ്ക്ക് കഴിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തി അയാളറിയാതെ തന്നെ അയാളുടെ ഉള്ളിൽ ഒരു 3 സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഒന്നറിയോ, ഒന്ന് റീകൺസ്ട്രക്ഷൻ, 2 റീഓർഗനൈസേഷൻ, 3 റീസ്ട്രക്ചറിങ്. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന സെല്ലുകൾ വീണ്ടും അത് നിർമ്മാണത്തിലേക്ക് വരും. റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അയാളുടെ മെറ്റാബോളിസം, അയാളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അയാളുടെ സർക്കുലേറ്ററി സിസ്റ്റം, അയാളുടെ നെർവസ് സിസ്റ്റം എല്ലാം റീഓർഗനൈസ് ചെയ്യുന്ന ചിട്ടപ്പെടുത്തി ചിട്ടയോടും കൂടി പ്രവർത്തിക്കാനായിട്ട്. അവിടെ റീസ്ട്രക്ചറിങ്ങും കൂടെ നടക്കും. റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ നോക്കൂ, എന്റെ ക്ലബിൽ തന്നെ 27 വർഷമായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ വന്ന് ഫുഡുകളൊക്കെ കഴിച്ച് വളരെ ആരോഗ്യം വീണ്ടെടുത്ത് ഇന്ന് വെളുപ്പിനെ ഹാല എന്ന എക്സസൈസ് ഒരു ഇൻസ്ട്രക്ടറായി മാറത്തക്ക രീതിയിലുള്ള ആരോഗ്യം വീണ്ടെടുത്തു. ദാറ്റ് മീൻസ് അവിടെ സംഭവിച്ചത് റീസ്ട്രക്ചറിങ് ആണ്. റീസ്ട്രക്ചറിങ് ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയാക്കി മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം. 64 വയസ്സുള്ള ആളിനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ 24 വയസ്സേ തോന്നിക്കുള്ളൂ. ദാറ്റ് മീൻസ് ഒരു യങ്സ്റ്റർ ആയിട്ട് മാറി, റീസ്ട്രക്ചർ ചെയ്തു. അതാണ് നമ്മുടെ ന്യൂട്രീഷൻ ഫുഡ്. അതുകൊണ്ട് ഈ ഫുഡിന്റെ ഈ മാജിക്കാലിറ്റി, ഈ മാഗ്നാനിമിറ്റി, മഹത്വം ഇത്രയുണ്ട് എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ പിന്നാണ് അത് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലബിലുള്ളവരോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ബന്ധുക്കളോടും ബന്ധുമിത്രാദികളോടും എല്ലാം എമോഷണൽ കോഷ്യന്റിനെ കുറിച്ച് വാചാലരാകണം. കാരണം ഒരാളുടെ എമോഷണൽ കോഷ്യന്റ് കൃത്യമാണെങ്കിൽ, അഥവാ ഒരാളുടെ ഫീലിങ്സ്, അയാളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ, ഏതെല്ലാം വികാരങ്ങളുണ്ടോ ആ വികാരങ്ങളെ അവനവന് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അയാളുടെ വ്യക്തിത്വം ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ ആ വ്യക്തിത്വം പല രീതിയിൽ അപജയത്തിലേക്ക് പോകും. ഇത് നമ്മൾ കാണുന്നത് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നടക്കുന്ന മനുഷ്യരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വേണ്ടത് മനുഷ്യർക്ക് അവനവന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം, മറിച്ച് വികാരങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കരുത്. എന്നാൽ നമ്മുടെ ഹെർബാലൈഫിന്റെ ന്യൂട്രീഷണൽ ഫുഡ് കഴിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് മാറും. അത് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്യേണ്ട. അയാളിലുള്ള ഡോപ്പമിനും അയാളിലുള്ള ഹാപ്പിനെസ് ഹോർമോൺ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടുവരും. അയാളിലുള്ള കോപം ശമിക്കുന്ന തരത്തിലുള്ള അഡ്രിനാലിന്റെ അമിത ഉൽപാദനം അത് കുറച്ച് കൊണ്ടുവരും. അയാളുടെ ഉള്ളിലുള്ള മടി മാറ്റാനായിട്ടുള്ള ഒരക്സിന്റെ നിർമ്മാണം കൂട്ടിക്കൊണ്ടുവരും. ദാറ്റ് മീൻസ് അയാളറിയാതെ അയാളിലുള്ള റീസ്ട്രക്ചറിങ്ങും റീകൺസ്ട്രക്ഷനും റീഓർഗനൈസേഷനും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു പുതിയ വ്യക്തിയായിട്ട് മാറും, ഒരു പുതിയ അനുഭവമായിട്ട് മാറും, ഒരു പുത്തൻ ജീവിതമായിട്ട് മാറും. ഈ പ്രായത്തിൽ കടന്നു വരുന്ന അല്ലെങ്കിൽ ഏജിങ്ങിലേക്ക് പോകുന്ന വ്യക്തികൾ ഹെർബലൈഫിന്റെ ന്യൂട്രീഷൻ സെന്ററിൽ വന്ന് 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഈ തീർത്തും ചെറുപ്പക്കാരായിട്ട് ഇറങ്ങിപ്പോകും. സോ അതുകൊണ്ട് ഈ ഫുഡ് എന്ന് പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഒരു മാന്ത്രിക ഫുഡാണ്. ഇതൊരു മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയാണ് മൃതസഞ്ജീവനി. പക്ഷെ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മരിക്കാതിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സെല്ലുകൾ, മരിച്ചു കിടക്കുന്ന നമ്മുടെ സെല്ലുകൾ, മരിച്ചു കിടക്കുന്ന നമ്മുടെ കോശങ്ങൾ, മരിച്ചു കിടക്കുന്ന നമ്മുടെ അവയവങ്ങൾ, തളർന്നു കിടക്കുന്ന നമ്മുടെ അവയവങ്ങൾ അത് എഴുന്നേക്കാൻ തുടങ്ങും, അത് ആക്റ്റീവ് ആകാൻ തുടങ്ങും, അത് അലേർട്ടാകാൻ തുടങ്ങും. നമ്മളൊരു പുതിയ മനുഷ്യനായി മാറാൻ തുടങ്ങും. ഒരു പുത്തൻ ജീവിതത്തിലേക്ക് നമ്മൾ മടന്നു വരും. ഒരു പുതിയ ഉണർവിലേക്ക് നമ്മൾ മടങ്ങി വരും. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഡിപ്രഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഏത് ട്രാജഡി, ഏത് സിറ്റുവേഷനെയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. നോക്കൂ, ഈ ഫുഡിന്റെ ഈ മാന്ത്രികത പറഞ്ഞു കൊടുത്തു അനേകരെ നമ്മുടെ ന്യൂട്രീഷൻ സെന്ററിലേക്ക് കൊണ്ടുവന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളെയും പുതുക്കിപ്പണിയാൻ, പുതിയ വ്യക്തികളാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ക്ലാസ്സുകൾ വളരെ ഫലപ്രദമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി ഒരു അവസരത്തിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.
Recording stopped. Thank you, sir. Thank you, sir. Thank you. Very useful, sir. Thank you. Thank you very much, sir. Thank you very much. Thank you.